സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് ആക്കുർസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാഗമണിനെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും. ഇതിനായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകും. ടൂറിസം രംഗത്ത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിൽ ഒന്നാണ് സാഹസിക ടൂറിസം. ഇത്തരം കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കി നടത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഭാവിയിൽ സാഹസിക ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളതെന്ന് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിന് അനുയോജ്യമായ നാടാണ് കേരളം. കടലുകൾ, മലയോര മേഖലകൾ, ബീച്ചുകൾ, ഇടനാടുകൾ തുടങ്ങിയവയെല്ലാം സാഹസിക ടൂറിസത്തിന്റെ പ്രകൃതിദത്ത വേദികളാണ്. അതിനാലാണ് സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുവാൻ സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പാരാഗ്ലൈഡിംഗിൽ ആകാശത്തേക്ക് പറന്ന് ഉയർന്നുകൊണ്ടാണ് പരിപാടിയുടെ ഭാഗമായി നടന്ന ചടങ്ങ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. താഴേക്ക് പോകണ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ പല ഇനങ്ങളും സ്വയം അനുഭവിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആകാശത്തുള്ളത് പ്രത്യേകിച്ച് പാരാഗ്ലൈഡിംഗ് ഒന്ന് അനുഭവിക്കണമെന്ന് കുറേയായിട്ട് കരുതിയാണ്. ഇതാണെങ്കിൽ 3500 അടി ഉയരമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും സാധ്യതയുള്ളതും വൺ ഓഫ് ദി ബെസ്റ്റുമാണ് വാഗമണിലെ ഈ പാരാഗ്ലൈഡിംഗ്. ഇതിൻ്റെ പ്രത്യേകത വളരെ കൂൾ ക്ലൈമറ്റാണ്, വളരെ തണുത്ത കാറ്റ്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം. മൂന്നാർ കാണാം, ഇടുക്കി ഡാം കാണാം, അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഭാഗം കാണാം, ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് പൊതുവേ ഉണ്ടായിട്ടുള്ളത്. സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി വാഗമൺ മാറുമ്പോൾ കൂടുതൽ ആളുകൾ വരാൻ കാരണമാകും. ഇത് 3500 അടി ഉയരത്തിലൊക്കെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും പേടിയുള്ള ആളുകൾ ദയവേത് വരരുത്. പക്ഷേ ഇത് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരണം. അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അതൊന്ന് അനുഭവിക്കാനും ഒന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ ആളുകൾക്കിടയിൽ ഇത് എത്തിക്കാനുമാണ് ഇങ്ങനെ ഒരു താല്പര്യം എടുത്തത്. എന്തായാലും വലിയൊരു അനുഭവമാണുള്ളത്, വലിയൊരു അനുഭവം. താങ്ക് യു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് സംഘടനയും എയ്റോ ക്ലബ് ഓഫ് ഇന്ത്യയുടെയും സാങ്കേതിക സഹായത്തോടെയാണ് വാഗമൺ ഇന്റർനാഷണൽ ടോപ്പ് ലാൻഡിംഗ് ആക്കുർസി കപ്പ് സംഘടിപ്പിച്ചത്. വാടൂർ സോമൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർണാങ്കുന്നിൽ, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് OV ജോസഫ്, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ KT ബിനു, സിനി വിനോദ്, ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, റീജിയണൽ ജോയിന്റ് ഡയറക്ടർ GL രാജീവ്, ജില്ലാ ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KS ഷൈൻ തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.